guys, welcome back to Amrita Vlogs. അപ്പോൾ ഞാൻ വീണ്ടും കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാട്ടോ, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ തിരിച്ച് വന്നിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, ടോഫി കൊണ്ട് കൂടെ എൻ്റെ ഒപ്പം കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഇന്നൊരു കുക്കിംഗ് വ്ലോഗ് ആട്ടോ. അപ്പം ഞാനൊരു ഷോർട്സ് ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അപ്പപ്പൊടി വീട്ടിനടുത്തുള്ള ഒരു ശ്രീലങ്കൻ കടയിൽ നിന്ന് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ആണ് നമ്മളത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ പിന്നീടായിരിക്കും ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇന്നൊരു അപ്പം ഞാൻ കാനഡയിൽ വന്നതിന് ശേഷം ഇന്നേ വരെ കുക്ക് ചെയ്തിട്ടില്ല. ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഉണ്ടാക്കി കഴിക്കണം എന്ന്. അതുകൊണ്ടാണ് ഞാൻ അപ്പം മേടിച്ചത്. അതും പിന്നെ ബീഫാണ് ഇന്നത്തെ കോമ്പിനേഷൻ അപ്പമായിട്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ ബീഫെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇറയിന്ന് അപ്പപ്പൊടി മേടിച്ചിട്ടുണ്ട്, ഈസ്റ്റേണിൻ്റെ. പിന്നെ നമ്മൾ കോക്കനട്ട് മിൽക്കും മേടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈസ്റ്റും മേടിച്ചിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഈ 3 ഐറ്റംസാണ്. പിന്നെ നമ്മുടെ ബീഫുമാണ് ഇന്നത്തെ കോമ്പിനേഷൻ. അതേപോലെ ഞാനൊന്ന് ഒറ്റയ്ക്കല്ലാട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബൊക്കെ ഉണ്ട്, സ്വന്തം ഉണ്ടാക്കാം. എന്നാലും മാളിക ചേച്ചി നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ചാലഞ്ച് വീഡിയോയിലൊക്കെ ഉണ്ടായ ചേച്ചി കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് അധികം ലേറ്റ് ആക്കണ്ട, ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ ഫസ്റ്റ് തന്നെ ബീഫിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. കാരണം അപ്പം നമ്മൾ ആ ചൂടോടെ കഴിക്കണമല്ലോ. അപ്പോൾ അത് ലാസ്റ്റ് ഉണ്ടാക്കിയാൽ മതി എന്ന് വെച്ചു. ബാറ്റർ ഉണ്ടാക്കി വെക്കണം. പക്ഷെ എന്തായാലും ഞാൻ ബീഫിൽ നിന്നാണ് അപ്പോൾ ഫസ്റ്റ് തുടങ്ങുന്നത്. നമുക്ക് ബീഫ് കഴുകാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് വാഷ് ചെയ്യുന്ന ബീഫ് കട്ട് ചെയ്തതിന് ശേഷം. അപ്പം നന്നായിട്ട് കൈ വെച്ചിട്ട് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഇതിലിട്ട് വെച്ചു. ആകുമ്പോൾ വെള്ളം ഫുള്ളും പോകുമല്ലോ. ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ കുറച്ച് പൊടികൾ ഇടുന്നുള്ളൂ. ആകെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെപ്പർ, കൊറിയാൻഡർ പൊടി, പിന്നെ ഉപ്പ്. ഇത്രയും സംഭവങ്ങൾ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട. ഇപ്പം ഞാൻ ആകെ 1 സ്പൂൺ വെച്ചിട്ട് എന്തോ ഇട്ടിട്ടുള്ളൂ. എൻ്റെ ഒരു ഇതിൽ ഞാൻ ആ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് 1 സ്പൂണും പിന്നെ ഉപ്പ് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടതും അങ്ങനത്തെ രീതിയിലാണ്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനത്തെ രീതിയിലാണ്, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഏകദേശം ഒരു ഊഹത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു. ഒരു നുള്ളു വെള്ളം ഒഴിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഹൈ ഫ്ലെയിം ഇടുമ്പോൾ അടി പിടിക്കാണ്ടിരിക്കാനായിരിക്കാം. എന്നിട്ട് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാസിലോട്ട് അതെടുത്ത് വെച്ചു. ഇതാട്ടോ പിന്നെ നമ്മുടെ ബാക്ക് യാർഡ്. സ്നോ ഒക്കെ മെൽട്ടായിട്ടുണ്ട്. പുറത്ത് നല്ല കിടിലിന് വെതറായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തന്നതാണ്. ഇന്ന് നല്ല കിടുക്കാച്ചി വെതറാട്ടോ. വലിയ തണുപ്പില്ല, അടിപൊളി വെതറാണ്. സത്യം പറയാലോ, ഒട്ടും തണുപ്പില്ല എന്നല്ല പറയുന്നത്. പക്ഷേ നമുക്ക് എന്താണ് സഹിക്കാനൊക്കെ പറ്റുന്നൊരു തണുപ്പ്, അത്രയേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ സ്നോ എല്ലാം മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് സ്നോ പെയ്തിട്ടില്ല. അപ്പോൾ പെയ്ത സ്നോ ഒക്കെ മെൽട്ടായിട്ട് വന്നു. അപ്പോൾ റോഡൊക്കെ ഇപ്പോൾ ബാക്ക് ടു ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ കൊല്ലം അധികം സ്നോ സത്യം പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല. എനിക്കറിയില്ല ഇനി വരുന്നുണ്ടോയെന്ന്. ബട്ട് ഇതുവരെ പെയ്തില്ല എന്നല്ല പറയുന്നത്. പക്ഷേ കഴിഞ്ഞ കൊല്ലത്തെ പോലെ ഒന്നും അത്രയ്ക്കൊന്നും പെയ്തിട്ടുണ്ടായിട്ടില്ല. എന്തായാലും അടിപൊളി വെതറാണ്. അപ്പോൾ പറ്റിയൊരു ഫുഡുമാണ് ഈ ഒരു വെതറിന്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ബീഫ് ഞാൻ അങ്ങനെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് വിസിലടിക്കണം. അപ്പോൾ യൂട്യൂബുകാർ ഞാൻ നോക്കിയ വീഡിയോസിൽ എല്ലാത്തിലും 2-3 വീഡിയോസിൽ പറഞ്ഞത് ഫസ്റ്റത്തെ വിസിൽ ഹൈ ഫ്ലെയിമിൽ വെക്കണം, എന്നിട്ട് അടിക്കുന്ന വിസിലൊക്കെ ലോ ഫ്ലെയിമിൽ വെക്കണം എന്നാണ്. അപ്പോൾ ഫസ്റ്റ് വിസിൽ വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം. അടി പിടിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു, വെള്ളം ഒഴിച്ചിട്ടുള്ളതുകൊണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബീഫ് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലൊരു ബാറ്റർ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് നമ്മൾ 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ 3 സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ട ചില്ലി ഫ്ലേക്സും, അതേപോലെ തന്നെ മുളക് പൊടിയും, പിന്നെ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഫെനൽ സീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീരകം. അത് പൊടിച്ചിട്ടാണ്, ഞാൻ പൊടിക്കാണ്ടാണ് ഇട്ടത്, കാരണം എനിക്കിത് ഇഷ്ടമാണ്. പിന്നെ അതേപോലെ തന്നെ ഹാഫ് ലെമണിൻ്റെ ജ്യൂസും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് നമുക്ക് ബീഫിൻ്റെ ആ ഒരു വേവിച്ച വെള്ളമില്ല, അതും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ വിസിലടിക്കാൻ വേണ്ടി നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ടൈമിൽ ഞാൻ സവാളയും തക്കാളിയും പച്ചമുളകും ബീഫ് കറിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞു വെക്കാമെന്ന് വെച്ചു. അതാകുമ്പോൾ എനിക്കത് ഒന്ന് സോട്ട് ചെയ്യാമല്ലോ. അപ്പോൾ സവാള ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് തക്കാളി ആണെങ്കിലും കുഞ്ഞു പീസായിട്ടും പച്ചമുളകും കുഞ്ഞു പീസായിട്ടാട്ടോ ഞാൻ അരിഞ്ഞിരിക്കുന്നത്. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഒരു ട്രാജഡി ഉണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ബീഫ് എന്തോ ഇല്ലയോ നോക്കാൻ പോയപ്പോഴാണ് മനസ്സിലാക്കിയത് ഓവറായിട്ട് വെന്തുപോയി. പിന്നെ ഞാൻ സഡനായിരുന്നു ബീഫ്
ഫ്രൈ ഉണ്ടാക്കാം എന്നുള്ളത് നേരത്തെ പ്ലാൻഡ് ആയിരുന്നില്ല. ബീഫ് കറി ആയിരുന്നു. ആദ്യം സ്റ്റൂ ആയിരുന്നു, പിന്നെ അത് കറിയായി. പക്ഷേ ഞാൻ വെച്ചു പീസസ് കുഴപ്പമില്ല, കട്ട് ചെയ്ത് എങ്ങനെയായാലും. പക്ഷേ ഓവറായിട്ട് വെന്ത് പോയത് കൊണ്ട് ഇനി കാര്യമില്ല. എന്നാലും ഞാൻ ചുമ്മാ ട്രൈ ചെയ്ത് ഉണ്ടാക്കാൻ. ഇത് നേരത്തെ ഉണ്ടാക്കിയ ബാറ്ററാണ്. അതിലോട്ട് ഞാൻ ബീഫ് വെള്ളം കുഴിച്ച് കുറച്ച് ആഡ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ സവാള നല്ലോണം വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ലേറ്റർ ഓൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും തക്കാളിയും ഒക്കെ ആഡ് ചെയ്തിട്ട് അടച്ചു വെച്ചു. ഇതേ സമയത്ത് ഞാൻ അപ്പുറത്ത് കുറച്ച് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ചൂടായപ്പോൾ ഞാൻ ഇത് ഇട്ടു കേട്ടോ. പക്ഷേ അത് ശരിക്കും കുളമായിപ്പോയി. അതേപോലെ ഞാൻ ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കിയെന്നതിൽ കാണിക്കാനുള്ള അത് ഞാൻ എൻ്റെ ഓൺ റെസിപ്പിയാണ്. അതിൽ കുറേ മസാലയൊക്കെ ഇട്ട് ബീഫ് ഇതിലോട്ടിട്ടു ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ ബീഫ് കറി റെഡിയായി. അതിന് നല്ല ടേസ്റ്റ് ആട്ടോ. പക്ഷേ എൻ്റെ ബീഫ് ഫ്രൈ നല്ല ഫ്ലോപ്പായി. കാണാൻ മാത്രമേ ലുക്കുള്ളൂ, കഴിക്കാൻ ഒരു വക ടേസ്റ്റ് ഇല്ല. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ നല്ല ഫ്ലോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊന്നും പറയാനില്ല അതിൽ. അപ്പോൾ നമ്മൾ അടുത്തത് ഇനി അപ്പത്തിൻ്റെ ബാറ്റർ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ അപ്പപ്പൊടി ഇട്ടു, നമുക്ക് വേണ്ട അത്രയും. പിന്നെ നമ്മൾ അതിലോട്ട് പഞ്ചസാര ഇട്ടു, ഉപ്പിട്ടു. ഞാൻ ഇതിൻ്റെ ഒന്നും കണക്ക് പറയുന്നില്ല, ഞങ്ങൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മുടെ ഒരു രീതിയിലാട്ടോ ഇടുന്നത്. പിന്നെ നമ്മൾ കോക്കനട്ട് മിൽക്ക് ഇട്ടു. അതേപോലെ തന്നെ ഞങ്ങൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ അപ്പപ്പൊടി ഇട്ടിട്ട് അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതൊരു ഹാഫ് ആൻ അവർ എന്തോ വെച്ചായിരുന്നു. പക്ഷെ അത് ഇവിടെ തണുപ്പായതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, അങ്ങനെ പെട്ടെന്നൊന്നും പൊങ്ങിയില്ല. പക്ഷെ എനിക്ക് നല്ല വിശപ്പുണ്ടായതുകൊണ്ട് കുറച്ച് പൊങ്ങിയപ്പോൾ തന്നെ ഞാനതെടുത്ത് കഴിച്ചു. പക്ഷെ കുറച്ച് നേരം, ഇപ്പം നാളെയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് വരുമായിരിക്കും. അപ്പോൾ ഉള്ള മാവായതിൽ ചുമ്മാ ഒന്ന് അപ്പം ഉണ്ടാക്കി ട്രൈ ചെയ്തു. കുഴപ്പമൊന്നും ഉണ്ടായില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അടിപൊളിയൊന്നും ആയിരുന്നില്ല. നാളെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ചിലപ്പോൾ കിടുക്കാഴ്ചയായിട്ട് വരുമായിരിക്കും. കാരണം ഒരു ദിവസം ഒരു നൈറ്റ് ഫുൾ ഇരിക്കുമ്പോൾ മാവ് നന്നായിട്ട് വരുമായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ അപ്പം റെഡി. ഒരു തട്ടിക്കൂട്ടൽ അപ്പമാണ്, അങ്ങനെ കിടുക്കാഴ്ചയായിട്ടൊന്നും വന്നില്ല. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ടൈം എടുക്കും അതൊന്ന് പൊങ്ങാനായിട്ട്. പക്ഷെ എനിക്ക് വിശന്നിട്ടിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചേച്ചി ഹെൽപ്പ് ചെയ്തു പെട്ടെന്ന് കുക്ക് ചെയ്യാനായിട്ട്. നാളെ ആകുമ്പോൾ കുറച്ചുകൂടെ അടിപൊളി ടേസ്റ്റ് ആവും. വെള്ളപ്പം വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ചിക്കൻ സ്റ്റൂവും കൂടെ ഉണ്ടാക്കി സൈഡിലുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ എടുത്തു. പിന്നെ ബീഫും ചിക്കൻ ടേസ്റ്റ് ഉണ്ടാവും വലിയൊന്നും. കുഴപ്പമില്ല, കറികളെല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ കറിയും നല്ലതാണ്. ബീഫാണ്, ചിക്കനാണ്, സ്റ്റൂ ആണ്. പക്ഷെ അപ്പം അങ്ങനെ കിടുക്കാച്ചയായിട്ടല്ല വന്നിരിക്കുന്നത്. ചിലപ്പോൾ ആവാത്തോണ്ടായിരിക്കാം. പക്ഷെ കറിയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ പൊളിയാട്ടോ, നല്ലയാ. കറിയായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എന്നാലും ഇന്ന് ഞാൻ ചുമ്മാ കുക്ക് ചെയ്യുമ്പോൾ എടുക്കാമെന്ന് വെച്ചിട്ട് പിന്നെ കുറേ നാളെ ഒരു വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അതേപോലെ ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോയുടെ പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടണമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.